വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിലിമി ക്രൂ. ഇന്ന് നമ്മൾ ജോൺ വിക്കിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ടുള്ള ബാലറീന, അതെ സെയിം യൂണിവേഴ്സിലെ ബാലറീന എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ ഇംഗ്ലീഷ്, അതെ നമ്മുടെ ആദ്യത്തെ ഇംഗ്ലീഷ് ഫിലിമിൻ്റെ ഇംഗ്ലീഷ് ട്രെയിലർ റിയാക്ഷനാണ്. ഇവിടെയും വലിയൊരു ശതമാനം ഫാൻസ് ഉണ്ട് ജോൺ വിക്കിന് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ, ഞങ്ങളും ജോൺ വിക്കിന്റെ ഫാൻ ആയതുകൊണ്ട്. അതെ ജോൺ വിക്കിന്റെ ഫാനാണ്. ആൻഡ് അനാ ഡി ആർമസ്, അതാണ് നമ്മുടെ പ്ലോട്ട്. വാച്ച് ഇറ്റ് ഫോർ ദ പ്ലോട്ട്, അത് പ്ലോട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടുപോകാം. പോട്ടെ, കണ്ടു നോക്കാം. Do you like your dogs? I know a school where they teach dogs. വിൻസ്റ്റൺ I could take you there if you'd like. To stop the assassin, you must become the assassin. You will always be weaker. ജോൺ വിക്ക് You will always be smaller. You want to win? Improvise, adapt, cheat. Welcome to the Continental. Eve Macaro of the Roscoe Roma. What a pleasure to see you again. You have no idea what you just walked into. ഡാരൽ ഡിക്സൺ. എല്ലാവരും ഉണ്ടല്ലോ. They killed my father. This isn't Donald. They're dead. It's a very humbling thing. ഓ ഫയർ ആൻഡ് വാട്ടർ ആണ്. RRR റെഫറൻസ് ആണ്. ഒരു കണ്ടതല്ലേ, പടം കണ്ടാണല്ലോ. പിന്നെ ബാബായാഗ. They call the Baba Yaga. How do I start doing what you do? Looks like you already have. From the world of John Wick. ഇടയ്ക്ക് ഡാരൽ ഡിക്സന്റെ ഒരു റോൾ, അതായത് മനസ്സിലായോ? മനസ്സിലായി, നമ്മുടെ ഇതിന്റെ വാക്കിംഗ് ഡെഡ്. ബാലറീന. ആക്ച്വലി ഈ പേരിൽ ഒരു കൊറിയൻ പടം ഉണ്ടായിരുന്നല്ലോ, അതും ഏകദേശം ഇതേ ഒരു പാറ്റേൺ ആക്ഷൻ പടം. പക്ഷെ അത് മറ്റേ അത്ര ആക്ഷൻ കുറച്ച് അതിന്റെ സെറ്റിംഗ് ആയിരുന്നു കുറച്ച് ഒരു ഫീമെയിൽ ജോൺ വിക്ക് ലൈനിൽ കൊണ്ടുപോകും. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് അണ്ണം വരുമ്പോൾ സാധനം ഉണ്ടല്ലോ, അതായിരിക്കും. ഇത് എനിക്കൊന്ന് ഇവര് മാറി മാറി, അതായത് ജോൺ വിക്ക് യൂണിവേഴ്സ് ഇനി ജോൺ വിക്ക് 5, 6 എന്ന് ഇതിങ്ങനെ സെറ്റ് ചെയ്താൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു വിരസാവർത്തന. കാരണം ഓൾറെഡി ഒരു സീരീസ് സെറ്റ് ചെയ്തായിരുന്നു മറ്റേ കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും കണ്ടിടത്തോളം നല്ല രസമുണ്ട്. ഇത് ഈ ഒരു റോള് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയ ആക്ടേഴ്സിൽ ഒരാളാണ്. ഇച്ചിരി വലിപ്പം കുറവാണ്. നമ്മുടെ ഇതില് ലാസ്റ്റ് ബോണ്ട് പടത്തിൽ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ. അല്ല, പുള്ളിക്കത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. പക്ഷേ ഈ പറയുന്ന വലിയ 3 പേരെ ഇടിച്ചിടാൻ അല്ലാതെ വേറെ രീതിയിൽ ഇങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ടാക്ടിക്കൽ കുറച്ചുകൂടെ അതാണ് കൂടുതലും ഉപയോഗിക്കുന്നത് തോന്നുന്നു. ഈ പറഞ്ഞ കത്തി അങ്ങനെ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് പൊതുവെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലോ. അപ്പോൾ കുറച്ച് മറ്റേ മൂവ്മെന്റ്സ് ആയിരിക്കും കൂടുതൽ. 2025 വരട്ടെ. ഇനിയിപ്പോൾ അടുത്ത ട്രെയിലർ, വേറെ ട്രെയിലറൊക്കെ ഇറക്കും വരും. അടുത്ത ടൈം എടുക്കും, കൂടുതലൊന്നും കാണിക്കായിരുന്നു മതി. ഇപ്പോൾ തന്നെ ചെറിയ അത് തന്നെ ആക്ച്വലി ഇവർ വലിയ മണ്ടത്തരം വെച്ചാൽ ഇപ്പോൾ ഈ ജോൺ വിക്കിൻ്റെ ക്യാമിയോ തിയേറ്ററിൽ നമുക്ക് കിട്ടേണ്ട സാധനം. കാര്യം നമുക്കറിയാം അവരുടെ വേൾഡിൽ നടക്കുന്ന കഥയാണെങ്കിലും ഇത് ട്രെയിലറിലെ നമുക്കത് സ്പോയിൽ ചെയ്യണ്ടായിരുന്നു. നമുക്കത് തിയേറ്റർ വരുമ്പോൾ നമുക്ക് അവിടെ കണ്ട നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഇമ്പാക്റ്റ് കുറച്ച് കൂടും. ഇതിപ്പോൾ അറിയാമല്ലോ പുള്ളി ഇവിടെ വരും, ഈ സീനിൽ വരും. ട്വിറ്ററിൽ കൂടെ നേരത്തെ
ട്രെയിലറിനകത്ത് ജോൺ വിക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, നമുക്ക് ഊഹിക്കാൻ വേണമെങ്കിൽ. പക്ഷെ അല്ല അതാണ് പുള്ളി പടത്തിലുണ്ടാവും എന്നുള്ളത് ഉണ്ടാവും. പക്ഷെ അത് നമ്മളെ വിഷ്വലി കാണിക്കേണ്ടത് തിയേറ്ററിൽ നമുക്ക് കിട്ടുന്ന സാധനമാണ്. മറ്റേ സ്പൈഡർമാനിലൊക്കെ മറ്റേ ഇവര് മൂന്നുപേരും ട്രെയിലറിലൊന്നും ഒരു അതെ, അത് ആദ്യം പോലെ ഇങ്ങനെ ലീക്കായെങ്കിലും പിന്നീട് അത് ട്രെയിലറിലൊന്നും ഇല്ല. നമ്മളത് പടം തിയേറ്ററിൽ കാണുമ്പോഴാണ് നമുക്കറിയാം ഇവരൊക്കെ വരുമെന്ന്. പക്ഷെ അത് തിയേറ്ററിലാണ് നമുക്കത് എല്ലാവരും കൂടെ ഇരുന്ന് കാണുമ്പോൾ അതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടി. അതെ അതെ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഈ പടം ഇപ്പോൾ സില്ലിയൻ ഏറ്റവും വലിയൊരു മാർഗ്ഗമല്ലേ. ഡോൺലിയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ അതെ അതെ, അത് വെച്ചിട്ട് ഒരു സ്പിൻ ഓഫ് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് അവർ. ബാലറീന ഞങ്ങളുടെ ആദ്യത്തെ ഇംഗ്ലീഷ് മൂവി ട്രെയിലർ റിയാക്ഷൻ. അതെ അതെ, US ഇത് വൈറലാവട്ടെ. ശരിയാണ്, അങ്ങനെയാണല്ലോ നമ്മളെ അവിടെ ഫാൻസ് ഉണ്ടായിട്ട് ഇംഗ്ലീഷുകാർ വന്ന് ഇതിന് താഴെ പൊക്കാലി ഇടറല്ലേ അവരുടെ വായിക്കുന്ന ഇവിടെ കേൾക്കാൻ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാലേ.